വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കി മുനിയറയിൽ വയോധികയുടെ മക്കളുടെ ക്രൂരത. കല്ലേപ്പുളിക്കൽ വീട്ടിൽ പങ്കജാക്ഷിയെ മകൻ സുരേഷും ഭാര്യയും ചേർന്ന് വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പരാതി. ഇരുവരും വീട് താഴിട്ട് പൂട്ടി സ്ഥലം വിട്ടതോടെ പങ്കജാക്ഷി 2 ദിവസമായി വീടിന് പുറത്താണ് കഴിയുന്നത്. പങ്കജാക്ഷി വീട്ടിൽ കയറ്റണമെന്നും സംരക്ഷണം നൽകണമെന്നും സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതി ചാച്ചൻ മരിച്ചുപോയി. ചാച്ചൻ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മയോട് പറഞ്ഞു, ഈ വീടൊന്ന് പണിയണം, ടൈലൊക്കെ ഇടണം, അതുകൊണ്ട് അമ്മ ഒരു കുറച്ച് ദിവസത്തേന് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. അമ്മ മൂത്ത സഹോദരിയുടെ വീട്ടിലോട്ട് പോയി. അതിനുശേഷം അമ്മയെ വിളിക്കാൻ അമ്മ വന്നില്ല. അതിനുശേഷം ഞങ്ങൾ ആർഡിഒയുടെ അടുത്ത് പരാതി കൊടുത്തു. ആർഡിഒയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് ഞങ്ങളിവിടെ താമസിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട് അടച്ചിട്ട് പോയിരിക്കുകയാണ്. അതിന് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംഭവം. അപ്പം അമ്മയ്ക്ക് വീട്ടിൽ കയറി താമസിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, എന്താണ് സംഭവം? പുറത്തിരിക്കുന്ന വയോധിക പങ്കജാക്ഷിയുടെ മകൻ, രണ്ടാമത്തെ മകൻ പറയുന്ന വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇടുക്കി മുനിയറയിലാണ് ഈ സംഭവം നടക്കുന്നത്. മുനിയറയിൽ പങ്കജാക്ഷി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് 2 ദിവസം മുൻപ് മകനായിട്ടുള്ള സുരേഷ് പങ്കജാക്ഷിയുടെ മറ്റൊരു മകളുടെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ഇതിനുശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങി താമസിക്കാൻ എത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലുമായിരുന്നു. മകനെ സുരേഷിനെ വിളിച്ചിട്ട് ഫോണിൽ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതേ തുടർന്ന് പങ്കജാക്ഷി ജില്ലാ സബ് കളക്ടറെ സമീപിക്കുകയും പരാതി നൽകുകയും സംരക്ഷണം ഒഴുക്കാൻ മക്കളോട് ആവശ്യപ്പെടണം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പങ്കജാക്ഷിക്ക് സുരക്ഷ നൽകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള സബ് കളക്ടറുടെ ഉത്തരവ് വരുന്നത്. ഈ ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ പങ്കജാക്ഷി മുനിയറയിലുള്ള വീടിന് മുറ്റത്ത് ഇപ്പോഴും കഴിയുന്നത്. കൂടെ മറ്റൊരു മകനായ ഷാജി കൂടെയുണ്ട്. ഷാജിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഏതായാലും സുരേഷ് മകൻ, ഈ വീട്ടിൽ താമസമുണ്ടായിരുന്ന മകൻ സുരേഷ് പങ്കജാക്ഷിയെ വീടിന് പുറത്താക്കി ഉപേക്ഷിച്ചു പോയി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പങ്കജാക്ഷി ഉന്നയിക്കുന്നത്. ഒരു മകൻ അങ്ങനെ ചെയ്തു, മറ്റൊരു മകനും ഈ 2 ദിവസമായിട്ട് ഈ ഇത്രയും പ്രായമുള്ള ആളെയും പുറത്തിരുത്തി ഇരിക്കുകയാണോ? ധന്യ, അതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ട കാര്യം. പങ്കജാക്ഷി അമ്മ വർഷങ്ങളായി താമസിച്ചിരുന്നത് സുരേഷിന്റെ മുനിയറയിലുള്ള വീട്ടിലായിരുന്നു. പിന്നീട് പങ്കജാക്ഷിയുടെ ഭർത്താവ് മരണപ്പെട്ടത് ഈ ജനുവരി മാസത്തിലായിരുന്നു. അതിനുശേഷമാണ് ഈ നിലയിലുള്ള ഒരു പെരുമാറ്റം സുരേഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതാണ്ട് 2 ദിവസം മുമ്പ് സുരേഷ് പങ്കജാക്ഷിയുടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഏതാനും ദിവസം പങ്കജാക്ഷി മൂത്ത മകളുടെ വീട്ടിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് തിരിച്ച് ഈ വീട്ടിലേക്ക്, വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന സുരേഷിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് വീട് പൂട്ടിപ്പോയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് സബ് കളക്ടറെ കാണുകയും ഈ പരാതി നൽകുകയും സബ് കളക്ടർ ഈ പങ്കജാക്ഷിക്ക് സുരക്ഷ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കൂടെ മറ്റൊരു മകൻ ആയ ഷാജിയാണ് ഈ പങ്കജാക്ഷി അമ്മയുടെ കൂടെയുള്ളത്. വർഷങ്ങളായി പങ്കജാക്ഷി അമ്മ താമസിച്ചു വരുന്ന വീടിന്റെ മുറ്റത്താണ് ഇപ്പോൾ പങ്കജാക്ഷി അമ്മയുള്ളത്. വീടിനുള്ളിൽ കയറാൻ പറ്റാത്ത സാഹചര്യമാണ്. മറ്റു മക്കൾ ഈ ഷാജിയുടെ ഉദ്ദേശം ഇവർ അവിടെ തന്നെ ഇരുത്തുക എന്നാണോ? ഷാജിയാണ് ഈ ഘട്ടത്തിൽ പങ്കജാക്ഷി അമ്മയുടെ കൂടെയുള്ളത്. ഷാജി താമസിക്കുന്നത് കുറച്ചുകൂടി മാറി ഉപ്പുതറയിലാണ്, കട്ടപ്പനയ്ക്ക് സമീപം ഒരു സ്ഥലത്താണ്. അതാണ് ഷാജി പറയുന്നത്. ഏതായാലും ഇപ്പോൾ പങ്കജാക്ഷി അമ്മ വീടിന് മുറ്റത്താണ്, വർഷങ്ങളായി താമസിച്ചിരുന്ന വീടിന് പുറത്താണ് കഴിയുന്നത്. പങ്കജാക്ഷി അമ്മയ്ക്ക് സുരക്ഷ ഒരുക്കണം, സംരക്ഷണം ഒരുക്കണമെന്ന് വർഷങ്ങളായി താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ താമസിപ്പിക്കണം എന്നും നിർദ്ദേശിക്കുന്ന ഉത്തരവ് സബ് കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ സുരേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല. സുരേഷിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. അവിടുത്തെ പൊതുപ്രവർത്തകരും മറ്റും ഈ വിഷയത്തിൽ ഇടപെടുന്നുമുണ്ട്. ധന്യ. ശരി ആഷിഖ്.